ദൈവം ഇപ്പോൾ അന്വേഷിക്കുന്ന മനുഷ്യൻ ഒരു വലിയ ബുദ്ധിയുള്ള മനുഷ്യനെ അല്ല, നല്ല ഹൃദയമുള്ളവനെ. 14-ാം വാക്യം. തലയും ഹൃദയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദൈവത്തിന് ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദാവീദായിരുന്നു. അവൻ ആ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവൻ ശൗലിനേക്കാൾ വളരെ ചെറുപ്പമായിരുന്നു. ദാവീദിന് 30 വയസ്സുള്ളപ്പോഴാണ് അവൻ രാജാവാകുന്നത്. 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ശൗല് 40 വർഷം ഇസ്രായേലിനെ ഭരിച്ചെന്നു. അതിനർത്ഥം ശൗല് 40 കൊല്ലം ഇസ്രായേലിനെ ഭരിച്ചെങ്കിൽ ദാവീദ് ജനിച്ചത് ശൗല് രാജാവായ ശേഷം 10 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. അങ്ങനെ ദാവീദ് 30 വയസ്സുള്ളപ്പോൾ രാജാവായി. അങ്ങനെ ഒരു മനുഷ്യനെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരാളെ ഞാൻ നോക്കുകയാണ്. അങ്ങനെ അവൻ ദാവീദിനെ കണ്ടെത്തുന്നു. ശൗലിൻ്റെ തല മറ്റുള്ളവരുടെയൊക്കെ മീതെയായിരുന്നു. എന്നാൽ ദാവീദിന് ഒരു നല്ല ഹൃദയമുണ്ടായിരുന്നു. ദൈവം അവനെയാണ് തിരഞ്ഞെടുത്തത്. ചിന്തിച്ചു നോക്കൂ, ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ശിശു ആയിരുന്നപ്പം ദൈവം അവനെ രാജാവായിട്ട് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. അതിന് കാരണം നീ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്തതുകൊണ്ടാണ്. അതാണ് ശൗല് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. എന്നാൽ ദാവീദിൻ്റെ കാര്യത്തിൽ 1 ശമൂവേൽ 16-ാം അധ്യായം വായിക്കുമ്പോൾ ഇത്ര താഴ്മയുണ്ടായിരുന്ന ശൗലിന് തൻ്റെ രാജ്യം നഷ്ടപ്പെടുന്നുണ്ട്. ശമൂവേൽ 15-ാം അധ്യായത്തിലും അവൻ ദൈവത്തോട് മറുതലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ 16-ാം അധ്യായത്തിൽ ദൈവം ശമൂവേലിനോട് ശൗലിനെ ഓർത്ത് ദുഃഖിച്ചത് മതി. ഈശായുടെ മക്കളിൽ ഒരാളെ ഞാൻ അടുത്ത രാജാവായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു. 16-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഈശായി എത്രമാത്രം തൻ്റെ മകനായ ദാവീദിനെ വിലയില്ലാത്തവനായി കരുതിയെന്ന് നിങ്ങൾക്കറിയാമോ? ശ്രദ്ധിച്ച് വായിക്കുക. ശമൂവേൽ അങ്ങനെ ബേത്ലഹേമിലെത്തി. 4-ാം വാക്യത്തിൽ അവിടുത്തെ മൂപ്പന്മാർക്ക് വിറയലുണ്ടായി. കാരണം ഒരു പ്രവാചകൻ ഒരിടത്ത് വന്നാൽ അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. അതുകൊണ്ട് അവർ ചോദിച്ചു, നിന്റെ വരവ് ശുഭമാണോ? അവൻ പറഞ്ഞു, ശുഭമാണോ. ഒരു യാഗം കഴിക്കാനാണ് ഞാൻ വന്നത്. അവൻ ഇശായിയെയും തൻ്റെ മക്കളെയും ശുദ്ധീകരിച്ച് യാഗത്തിനായിട്ട് ക്ഷണിച്ചു. ഇശായി അവൻ്റെ മക്കളെ കൊണ്ടുവന്നപ്പം, കാരണം ദൈവം ശമൂവേലിനോട് പറഞ്ഞിരുന്നു അവരിൽ ഒരാളാണ് രാജാവാകാൻ പോകുന്നത്. അങ്ങനെ ഇശായിയുടെ മൂത്ത മകനായ ഏലിയാവിനെ ശമൂവേലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ശമൂവേൽ നോക്കിയപ്പോൾ വളരെ പൊക്കമുള്ളവനും മിടുക്കനും സമർത്ഥനുമാണ്. അവൻ ചിന്തിച്ചു, നിശ്ചയമായിട്ട് ഇവനായിരിക്കും രാജാവ്. ദൈവം പറഞ്ഞു, അല്ല, അവൻ്റെ പൊക്കമോ അതൊന്നും നീ നോക്കണ്ട. അതിനുശേഷം പഴയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ കാര്യമാണ് പറയുന്നത്. 1 ശമൂവേൽ 16-ന്റെ 7-ാം വാക്യം. ദൈവം മനുഷ്യൻ നോക്കുന്ന പോലല്ല കാര്യങ്ങൾ നോക്കുന്നത്. മനുഷ്യൻ കണ്ണിന് കാണുന്നു നോക്കുന്നു, യഹോവ ഹൃദയങ്ങളെ നോക്കുന്നു. ശരി, എലിയാവല്ല, അടുത്തയാളെ വിളിച്ചു. അബിനാദാബ്, അല്ല, ഇവനല്ല. മൂന്നാമത് ശമ്മയെ വരുത്തി, ഇവനുമല്ല. ഇതുപോലെ ഇശായി തൻ്റെ മക്കളിൽ 7 പേരെ ശമൂവേലിൻ്റെ മുമ്പിൽ കൂടെ കൊണ്ടുവന്നു. ശമൂവേൽ അവൻ്റെ മക്കളെ മുഴുവൻ കൊണ്ടുവരാൻ പറഞ്ഞപ്പം 7 പേരെ അവൻ കൊണ്ടുവന്നുള്ളൂ. ആ 7-ാമത്തെ മകനെ കൊണ്ടുവന്നപ്പോഴും ദൈവം പറഞ്ഞു, ഇവനല്ല. ശമൂവേൽ ആകെ ആശയക്കുഴപ്പത്തിലായി. ദൈവമേ, അങ്ങല്ലേ പറഞ്ഞ് യെശയ്യായുടെ ഒരു മകനാണ് രാജാവെന്ന്. അവൻ്റെ 7 മക്കളെ അവനിവിടെ കൊണ്ടുവന്നല്ലോ. എന്നാൽ നീ പറയുന്നു ഇവനല്ല, ഇവനല്ല, ഇവനല്ല എന്ന്. അപ്പോൾ ശമൂവേൽ ചോദിച്ചു, നിനക്ക് മറ്റേതെങ്കിലും മക്കളുണ്ടോ? അവൻ പറഞ്ഞു, ഉണ്ട്. ഇവരുടെ എല്ലാം ഒരു ഇളയ സഹോദരൻ, അവൻ്റെ പണി ഗിത്താർ വായിക്കുകയാണ്. അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ പോയി ആടിനെയൊക്കെ പരിപാലിക്കാൻ. ഓ, അവൻ രാജാവാകാൻ യോഗ്യനല്ല. ശമൂവേൽ പറഞ്ഞു, അവനെ ഇവിടെ കൊണ്ടുവരിക. അങ്ങനെയാണ് ദാവീദ് വന്നത്. അവൻ്റെ പിതാവ് അവനെ എത്രമാത്രം വിലയില്ലാത്തവനായിട്ട് കണ്ടുവെന്ന് കാണിക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇവൻ ഒരിക്കലും അതിന് കൊള്ളാവുന്നവനല്ല. രാജാവാകാനോ ഇവൻ ഒരിക്കലും കഴിയില്ല. പലപ്പോഴും ഒരു പ്രയോജനവും ഇല്ലെന്ന് നാം കരുതുന്നവരെയാണ് ദൈവം തൻ്റെ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അനേക പ്രാവശ്യം ഞാനത് കണ്ടിട്ടുണ്ട്. മനുഷ്യൻ തള്ളിക്കളയുന്നത് ദൈവം അവരുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ അവനോടുള്ള ഭക്തിയും സ്നേഹവും അവന് കാണാൻ കഴിയും. 30 വയസ്സാകുന്നതിന് മുമ്പാണ് അവൻ സങ്കീർത്തനങ്ങൾ എഴുതിയത്. ചിന്തിച്ചു നോക്കി, പരിശുദ്ധാത്മാവിനാൽ പ്രചോദനായി 30 വയസ്സാകുന്നതിന് മുമ്പേ അവൻ ദൈവവചനം എഴുതി. അവൻ വന്ന ഉടനെ 12-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, ഇവനാണ് ആ രാജാവ്. ഇശായിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞെട്ടലായിരിക്കും അത്. ശമൂവേൽ അവനെ അപ്പം തന്നെ അഭിഷേകം ചെയ്തു. നോക്കൂ, വിവേചന ശക്തിയുള്ള ഒരാളായിരുന്നു ശമൂവേൽ.
ദർശകന്മാരെന്നാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെ വിളിച്ചിരുന്നത്. ദർശകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങൾക്കതിൻ്റെ അർത്ഥം അറിയാമോ? ദർശിക്കാൻ കഴിയുന്നവൻ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നവൻ, ഭാവിയിലേക്ക് നോക്കി മറ്റുള്ളവർക്ക് കാണാൻ കഴിയുന്നവൻ, ഒരാളെ നോക്കിയിട്ട് അവൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് കാണാൻ കഴിയുന്നവൻ. മറ്റുള്ളവർക്ക് അത് കാണാൻ കഴിയത്തില്ല, അവർ പുറത്തുള്ളതാണ് കാണുന്നത്. ഓ, ഇവൻ മിടുക്കനാണ്. എന്നാൽ ഒരു ദർശകൻ, അവന് മറ്റു ചിലത് കാണാൻ കഴിയും. അതുകൊണ്ടാണ് അവൻ ഇശായിയുടെ മറ്റ് 7 മക്കളെയും കണ്ടപ്പം ദൈവം പറയുന്നത് കേട്ട് അല്ല 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 എന്ന്. ദാവീദിനെ കണ്ട ഉടനെ അവൻ പറഞ്ഞു, ഇവനാണ്. നമുക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം ആത്മീയമായിട്ട് വളരുമ്പം ഇതിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങൾക്ക് മറ്റുള്ളവർ കാണാൻ കഴിയണം. അത് ദൈവം നിങ്ങളെ കാണിച്ച് ആർക്കും നിങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല. ഒരു മൂപ്പനുണ്ടായിരിക്കേണ്ട ഒരു യോഗ്യതയാണിത്. അവനൊരു ദർശകനായിരിക്കണം. അവൻ അവൻ്റെ മുൻവിധികളല്ല. നമുക്ക് കാണാൻ കഴിയും, അനേക മൂപ്പന്മാരും പക്ഷപാതമുള്ളവരാണ്. അവരുടെ സ്വന്തക്കാരെ അവർ സ്നേഹിക്കും. ചിലരോട് അവർക്ക് പ്രത്യേക സ്നേഹമാണ്. അവർക്കൊരിക്കലും ദർശകരാകാൻ കഴിയില്ല. 100 കൊല്ലം കഴിഞ്ഞാലും. കാരണം അവർ പക്ഷപാതമുള്ളവരാണ്. മിടുക്കനായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാൾ, അങ്ങനെ പലതും. എന്നാൽ ദർശകൻ, അവൻ പൂർണ്ണമായിട്ടും പക്ഷപാതമില്ലാത്തവനായിരിക്കും. അവൻ കാണുന്നത് പുറമേയുള്ള കാര്യങ്ങളായിരിക്കുകയില്ല. ഒരാൾ എത്ര സമർത്ഥനാണോ ഇല്ലയോ എന്നൊന്നും അവർ നോക്കുകയില്ല. അവർ ഹൃദയത്തെയാണ് നോക്കുന്നത്. അത് ആർക്ക് കാണിക്കാൻ കഴിയും? ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ദൈവമാണ് ദാവീദിൻ്റെ ഹൃദയം ശമൂവേലിനെ കാണിച്ചത്. അങ്ങനെയാണ് അവനെ അഭിഷേകം ചെയ്തത്. 13-ാം വാക്യത്തിൽ, അന്നു മുതൽ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. ശമൂവേൽ ഏതോ തൈലം അവൻ്റെ മേൽ ഒഴുകി അവൻ്റെ മേൽ കൈവച്ചു എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് തന്നെ ഈ സാക്ഷ്യം പറഞ്ഞു, ഇവനാണ് ആ രാജാവ്. ദാവീദിൻ്റെ ജീവിതം എത്ര മനോഹരമായിരുന്നെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനിയും നമുക്ക് 2 ശമൂവേൽ 11-ാം അധ്യായം നോക്കാം. ദാവീദ് രാജാവായിട്ട് ഏതാണ്ട് 20 വർഷം കഴിഞ്ഞപ്പം ഈ ദൈവഭക്തനായ മനുഷ്യൻ, തിരുവചനം എഴുതിയ ആൾ, ദൈവം അഭിഷേകം ചെയ്തവൻ, ശമൂവേലിൻ്റെ മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടവൻ, ശൗലിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടവൻ, ഏലിക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടവൻ. എന്നാൽ അവൻ ചിന്തിച്ചു, ഓ, ഇതൊന്നും എനിക്ക് സംഭവിക്കുകയില്ല. ഞാൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരാളാണ്. 20 കൊല്ലം അവൻ അനേക യുദ്ധങ്ങൾ പൊരുതി ജയിച്ചു. ദൈവത്തിൻ്റെ അഭിഷേകം ശക്തിയോടുകൂടി അനുഭവിച്ച ഒരാൾ, തിരുവചനം എഴുതിയവൻ. അവൻ വിശ്രമിക്കാൻ തുടങ്ങി. അപകടം അവിടെയാണ് തുടങ്ങിയത്. അനേക നാളുകൾ നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. ദൈവം നിന്നെ അനുഗ്രഹിച്ചു, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങി, ഓ, ഞാൻ വളരെ മുതിർന്ന ഒരു സഹോദരനാണ്, ഒരു മുതിർന്ന മൂപ്പൻ. അപ്പോഴാണ് അപകടം തുടങ്ങുന്നത്. നിങ്ങൾ പോയി ആരെങ്കിലും കൊല്ലുമെന്നല്ല ഞാൻ പറയുന്നു. വിവേചനത്തിൻ്റെ ആ മൂർച്ച നിങ്ങൾക്ക് നഷ്ടപ്പെടും. 30 കൊല്ലം മുമ്പ് നിങ്ങൾ ദൈവത്തെ കേട്ടതുപോലെ ഇപ്പം കേൾക്കാൻ കഴിയുന്നില്ല. അതാണ് ദാവീദിന് സംഭവിച്ചത്. ഇപ്പോൾ അവന് ഏതാണ്ട് 50 വയസ്സുണ്ട്. 20 കൊല്ലം മുമ്പ് അവന് ദൈവത്തെ വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ കഴിയുന്നില്ല. ആ 30 വയസ്സിൽ അന്നവൻ ദൈവത്തെ വ്യക്തമായിട്ട് കേട്ടു. അത് കൂട്ടിച്ചേർത്തവൻ ദൈവവചനം എഴുതി, തിരുവചനം തന്നെ. എന്നാൽ ഇപ്പോൾ ആ കാലത്ത് രാജാക്കന്മാരാണ് യുദ്ധം നയിക്കേണ്ടത്. സേനാധിപതികളായിട്ട് അവരായിരിക്കും യുദ്ധം നയിക്കുന്നത്. തണുപ്പ് കാലത്ത് അവരൊരിക്കലും യുദ്ധം ചെയ്യുമായിരുന്നില്ല. എന്നാൽ തണുപ്പ് കഴിയുമ്പോൾ യുദ്ധത്തിൻ്റെ കാലമാണ്. രാജാക്കന്മാർ യുദ്ധം ചെയ്യാനായിട്ട് പോകും. 2 ശമൂവേൽ 11:1. ദാവീദായിരുന്നു ആ സൈന്യത്തെ നയിക്കേണ്ടിയിരുന്നത്. എന്നാൽ അവൻ പറഞ്ഞു, ഞാനിപ്പോൾ ഒരു മുതിർന്ന രാജാവാണ്. അവൻ ചാരിയിരുന്ന് വിശ്രമിച്ചു. എന്നാൽ അവൻ യോവാബിനോട് പറഞ്ഞു, അവൻ്റെ സഹോദരിയുടെ മകൻ, അവൻ സേനാധിപതിയാണ്, നീ പോയി ഈ യുദ്ധം ചെയ്തിട്ട് വരിക. ദാവീദ് യെരൂശലേമിൽ തന്നെ തുടർന്നു. നാം വായിക്കുന്നു, ഒരിക്കൽ മോശ യോശുവയെ യുദ്ധത്തിന് അയച്ചപ്പം, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, മോശ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി തൻ്റെ കൈകൾ ഉയർത്തി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, യോശുവയെ സഹായിക്കണം, അവൻ അമാലേക്കരുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ടു. മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ അവർ ജയിച്ചു. മോശയുടെ കൈ താഴുമ്പോൾ അമാലേക്കർ ജയിച്ചു. അങ്ങനെ അഹരോൻ മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചു. അവൻ്റെ കൈകൾ ഉയർന്നിരുന്നപ്പം അമാലേക്കർ പൂർണ്ണമായിട്ടും തോറ്റു. യോശുവയെ യുദ്ധത്തിന് അയച്ചിട്ട് മോശ ചെയ്ത അതാണ്. ദാവീദ് എന്താ ചെയ്തത്? യോവാബിനെ യുദ്ധത്തിന് അയച്ചപ്പം അവനും അങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നു. അതിന് പകരം അവൻ ഉറങ്ങി.
സന്ധ്യ വരെ അവൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. രണ്ടാം വാക്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? സന്ധ്യയാകുന്നത് വരെ. നമ്മൾ മിക്കവരും രാവിലെ എഴുന്നേക്കും. സന്ധ്യയാകുന്നത് വരെ അവൻ രാജാവാണ്, അവൻ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അവൻ തൻ്റെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. പ്രാർത്ഥനയോ ഒന്നുമില്ല. ഞാൻ ചിന്തിക്കുന്നത് നിങ്ങൾ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം ചെയ്യുന്ന അതാണെന്ന്. അങ്ങനെയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ മുട്ടയിലൊന്നും നിൽക്കണ്ട. നിങ്ങൾ എഴുന്നേറ്റാൽ ഉടനെ തന്നെ യേശുവിനെ പറ്റി ചിന്തിക്കുമെന്ന്. രാവിലെ ആദ്യം